വാർത്തകളിലേക്ക് വിശദമായി. ലൈഫ് മിഷൻ കോഴക്കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കും. എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ശിവശങ്കറിനെ ഇഡി ഓഫീസിലെത്തിച്ചു. അതേസമയം കേസിൽ ഇഡി പുതിയ പ്രതിപ്പട്ടിക തയ്യാറാക്കി. കേസിൽ സന്തോഷ് ഈപ്പൻ 1-ാം പ്രതിയും സരിത്, സ്വപ്ന എന്നിവർ 3ഉം 4ഉം പ്രതികളും ശിവശങ്കർ 7-ാം പ്രതിയുമാണ്. തിരുവനന്തപുരം സ്വദേശി യദു കൃഷ്ണൻ 6-ാം പ്രതിയാണ്. സുവി വിശ്വനാഥനുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. സുബി, ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും ശിവശങ്കറെ എന്നറിയുന്നു. ഇപ്പോൾ ഇഡി ഓഫീസിൽ തന്നെയാണോ ശിവശങ്കർ ഉള്ളത്? ഈ പ്രതിപ്പട്ടിക സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലൈഫ് മിഷൻ കോഴക്കേസിൽ ഇപ്പോൾ എം ശിവശങ്കർ ഇഡി ഓഫീസിലേക്ക് വരികയാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയതിനു ശേഷം അദ്ദേഹത്തെ ഇഡി ഓഫീസിലേക്ക് എത്തിച്ചത്. ഇനി അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 5 മണിക്ക് മുമ്പ് കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക്. ശരി, ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. സുവിയിലേക്ക് ഞാൻ എത്താം. എന്തായാലും 7-ാം പ്രതിയാണ് ശിവശങ്കർ എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ശിവശങ്കറിനെ കോടതിയിൽ ഹാജരാക്കും എന്നും സുവി വിശ്വനാഥ് റിപ്പോർട്ട് ചെയ്യുന്നു. നേരത്തെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷവും ഇഡി ഓഫീസിലേക്കാണ് ശിവശങ്കറിനെ കൊണ്ടുപോയത്. ഇപ്പോഴും ഇഡി ഓഫീസിൽ തന്നെയാണ് ഉള്ളത്. ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. സുവി വീണ്ടും ചേരുന്നു. സുവി, തുടരാം. രേണുക, ഇപ്പോൾ ലൈഫ് മിഷൻ കോഴക്കേസിൽ അറസ്റ്റിലായ എം ശിവശങ്കരൻ ഇവിടെ ഇഡി ഓഫീസിൽ തുടരുകയാണ്. അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയ ശേഷം ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിന്നു വൈദ്യപരിശോധന. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും ഇഡി ഓഫീസിൽ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ ഇനി കോടതിയിലേക്ക് കൊണ്ടുപോകും. 5 മണിക്ക് മുമ്പ് കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ കേസിൽ ഇഡി ഒരു പുതിയ പ്രതിപ്പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രതിപ്പട്ടിക പ്രകാരം സന്തോഷ് ഈപ്പനാണ് 1-ാം പ്രതി, 2-ാം പ്രതി സെയിൻ വെഞ്ചേഴ്സും, 3-ാം പ്രതി സരിത്ത്, 4-ാം പ്രതി സ്വപ്ന സുരേഷ്, 5-ാം പ്രതി സന്ദീപ്, 6-ാം പ്രതി യദു കൃഷ്ണൻ, 7-ാം പ്രതിയായിട്ടാണ് എം ശിവശങ്കറിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 8-ാം പ്രതി ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദാണ്. 9-ാം പ്രതിയായി മറ്റുള്ളവരെയും ചേർക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ എം ശിവശങ്കറിനെ 5-ാം പ്രതിയാക്കാനായിരുന്നു നേരത്തെ ഇഡി തീരുമാനിച്ചിരുന്നത് എങ്കിൽ കൂടി തീരുമാനിച്ചത്. അതിനുശേഷമാണ് ഈ യദു കൃഷ്ണൻ ഉൾപ്പെടെ ഇതിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എം ശിവശങ്കറിനെ 7-ാം പ്രതിയാക്കി നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജയിലിൽ വെച്ച് ഈ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 6 കോടി രൂപ കോഴ നൽകി എന്നായിരുന്നു സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നത്. അതിൽ 3.80 കോടി രൂപ ഖാലിദിനാണ് നൽകിയിരുന്നത് എന്നും സ്വപ്ന പറഞ്ഞിരുന്നു. ബാക്കി പണം എവിടെ പോയി എന്ന് നടത്തിയ അന്വേഷണത്തിലാണ് എം ശിവശങ്കറിലേക്ക് അന്വേഷണം നീളുന്നത്. തുടർന്ന് സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെയും ചാർട്ടേഡ് അക്കൗണ്ടന്റായ വേണുഗോപാലിന്റെയും സംയുക്തമായുള്ള ലോക്കറിൽ നിന്ന് 1 കോടി രൂപ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. ഈ പണം എം ശിവശങ്കറിന് കമ്മീഷനായി ലഭിച്ച കോഴത്തുകയാണ് എന്ന് സ്വപ്ന സുരേഷ് പറയുകയും ചെയ്തിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും സന്തോഷ് ഈപ്പനും എം ശിവശങ്കറിനെതിരെ മൊഴി നൽകിയിരുന്നു. എം ശിവശങ്കറിനെ പരിചയപ്പെടുത്തിയത് സരിത്താണ്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ ചുമതലക്കാരൻ എന്ന രീതിയിൽ എം ശിവശങ്കറിനെ കണ്ടിരുന്നു. അന്ന് UV ജോസും അവിടെ എത്തിയിരുന്നു എന്ന് സന്തോഷ് ഈപ്പനും മൊഴി നൽകിയിരിക്കുന്നു. ഈ മൊഴികളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു കുറ്റസമ്മത മൊഴി ഇനിയും ഇഡിക്ക് എം ശിവശങ്കറിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് അത് ദുർബലപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ ഇനിയും ഒരു വലിയ വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് തന്നെ ഇഡി ഒരുങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. അതായത് കാക്കനാട് ജയിലിലേക്കാണ് മാറ്റാൻ സാധ്യതയുള്ളത്. ഉടൻ തന്നെ ഇന്ന് തന്നെ ഒരു കസ്റ്റഡി അപേക്ഷയും ഇഡി നൽകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര ദിവസത്തേക്ക് വിട്ടുകിട്ടും എന്നറിയില്ല. കസ്റ്റഡി അപേക്ഷ നൽകി കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്തായാലും ഉടൻ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളാണ് സുവി വിശ്വനാഥ് നൽകിയത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷ്. ലൈഫ് ഇടപാടിന്റെ മുഖ്യ ആസൂത്രകൻ മുഖ്യമന്ത്രിയുടെ മകനാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യ, മകൾ എന്നിവർക്ക് പങ്കുണ്ടെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു. UAEയിൽ ഇരുന്നാണ് മുഖ്യമന്ത്രിയുടെ മകൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും പുറത്തു കൊണ്ടുവരും. ശിവശങ്കറിനെ വീണ്ടും അറസ്റ്റ് ചെയ്തതിലൂടെ ഇഡി അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് ബോധ്യമായെന്നും സ്വപ്ന സുരേഷ് ബംഗളൂരുവിൽ പറഞ്ഞു.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടി ചോദ്യം ചെയ്യണം. അതാണ് CM രവീന്ദ്രൻ, who is actually the confidential or private secretary to the honorable chief minister. അദ്ദേഹത്തിന് പല പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും it was unsuccessful because ചീഫ് മിനിസ്റ്റർ ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല. അദ്ദേഹത്തിന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരും. ULCC ആയാലും ബാക്കിയുള്ള കേരളം വിറ്റ് തുലയ്ക്കുന്നതിന്റെ പല പദ്ധതികളും പല കാര്യങ്ങളും പുറത്തു വരും. കമല മാഡത്തിനും മോളായ വീണയ്ക്കും അതേപോലെ തന്നെ മകൻ UAE-യിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്കാംസും പുറത്തു വരും. So I have a humble request to the authorities of Enforcement Directorate that they are right now at the correct direction, right route, but please interrogate CM Ravindran too. വിരമിച്ച ഉദ്യോഗസ്ഥനെങ്കിലും M ശിവശങ്കറിന്റെ അറസ്റ്റ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ശിവശങ്കർ കോഴ വാങ്ങിയതെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. എന്നാൽ ശിവശങ്കറിന്റെ അറസ്റ്റ് സർക്കാരിനെയോ ലൈഫ് പദ്ധതിയെയോ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ പ്രതികരണം. സ്വർണ്ണക്കടത്ത് കേസിനൊപ്പം ലൈഫ് കോഴ വിവാദവും ആദ്യ പിണറായി സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയതാണ്. സർക്കാരിനപ്പുറം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതിപക്ഷ ആക്രമണങ്ങൾ. ഇപ്പോഴും അതേ തന്ത്രമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ശിവശങ്കർ ഒന്നും ചെയ്യില്ല എന്ന വിശ്വാസമാണ് പ്രതിപക്ഷ ആരോപണങ്ങളുടെ അടിസ്ഥാനം. മുഖ്യമന്ത്രി മൗനം പാലിച്ച പോരാ. മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിനനുസരിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ. ചോദ്യങ്ങൾ ഉയരും. പ്രതിപക്ഷം ജനങ്ങളും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അതേസമയം സർക്കാർ ഇടതു കേന്ദ്രങ്ങളാകട്ടെ ശിവശങ്കറിനെ പൂർണ്ണമായും തള്ളുകയാണ്. ശിവശങ്കറിന്റെ അറസ്റ്റ് ഒരു തരത്തിലും സർക്കാരിനെ ബാധിക്കില്ലെന്നായിരുന്നു തദ്ദേശ മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. അതൊന്നും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്താനും കഴിയില്ല. ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രചരണമൊക്കെ നടത്തുന്നത് എങ്കിൽ അതൊന്നും കഴിയില്ല. അറസ്റ്റിനെ തള്ളിപ്പറയാത്ത CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന് കരുതുന്നില്ലെന്നും അഭിപ്രായപ്പെട്ടു. ശിവശങ്കർ കോഴ വാങ്ങിയെങ്കിൽ അതിന് സർക്കാർ ഉത്തരവാദിയല്ല എന്ന് കൂടി സൂചിപ്പിക്കുകയായിരുന്നു കാനം. സർക്കാരിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് തിരിച്ചടിയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു കേസ് ഒരു ഏജൻസി അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുമ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല നടപടികളും സ്വീകരിക്കും. സർക്കാരിനെ ബാധിക്കില്ല ഈ അന്വേഷണം ഒന്നും സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നം. ലൈഫ് പദ്ധതിയിൽ സ്തംഭനം ആരോപിച്ച് നേരത്തെ നിയമസഭയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ വിശ്വസ്തൻ അറസ്റ്റാവുക കൂടി ചെയ്തതോടെ സർക്കാരിനെതിരെ പ്രതിപക്ഷം നീക്കങ്ങൾ ശക്തമാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ലൈഫ് മിഷൻ കോഴയിൽ പ്രതിപക്ഷം പറഞ്ഞതെല്ലാം സത്യമായെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ലൈഫ് മിഷൻ കോഴയെന്നും ചെന്നിത്തല പറഞ്ഞു. കേന്ദ്ര ഏജൻസികൾ സത്യസന്ധമായി അന്വേഷിച്ചാൽ വസ്തുതകൾ പുറത്തു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശിവശങ്കറുടെ ഈ അറസ്റ്റ്. CPM-ഉം BJP-യും തമ്മിലുള്ള കൂട്ടുകെട്ടുകൊണ്ടാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും ഒക്കെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയത്. ഇനിയെങ്കിലും ആ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് സത്യസന്ധമായ അന്വേഷണം നടത്തിയാൽ കൂടുതൽ പ്രതികൾ പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്രീകരിച്ചാണ് സ്വർണ്ണക്കള്ളക്കടത്തും ലൈഫ് മിഷൻ കള്ളക്കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പുമെല്ലാം നടന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ സത്യമായില്ലേ? അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ നിഷ്പക്ഷവും നീതിപൂർവമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ വമ്പൻ സ്രാവുകൾ പിടിയിലാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് K. മുരളീധരൻ. മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പിണറായിക്ക് യോഗ്യതയില്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഒന്ന്, സ്വന്തം സെക്രട്ടറി ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം അത് മനസ്സിലാക്കി കാണും, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവും, മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടാവും. ഇനി മുഖ്യമന്ത്രി അറിയാതെയാണ് കമ്മീഷൻ വാങ്ങിയതെങ്കിൽ സ്വന്തം ഓഫീസിലെ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അപ്പോൾ ഏതൊരു സാഹചര്യമാണെങ്കിലും മുഖ്യമന്ത്രി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പദവി ഒഴിയണമെന്നാണ് പൊതുവായിട്ടുള്ള ഒരു നിഗമനം.
ലൈഫ് മിഷൻ കേസിലെ ED നടപടി കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത അരക്കിട്ടുറപ്പിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അഴിമതിയും കള്ളപ്പണ ഇടപാടും നടത്തുന്നവർ എത്ര ഉന്നതരായാലും അഴിയെണ്ണുമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ശിവശങ്കറിന്റെ അറസ്റ്റ്. കേസ് എവിടെ പോയി, ഇടനിലക്കാർ ധാരണയാക്കിയില്ലേ എന്ന് ചോദിച്ചവർക്ക് ഇപ്പോൾ ഉത്തരമായി എന്ന് കരുതുന്നുവെന്നും വി മുരളീധരൻ കുറിച്ചു. ഒന്നും അവസാനിച്ചിട്ടില്ല. കോഴ ഇടപാടിൽ ഒന്നുകിൽ പിണറായി വിജയനും പങ്കുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത പമ്പരവിഡ്ഢിയും കഴിവുകെട്ടവനുമായ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്നും വി മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. CPM നേതൃത്വത്തിനെതിരെ ആരോപണവുമായി ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. കൊട്ടേഷൻ ആഹ്വാനം ചെയ്തവർക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയെന്നും നടപ്പാക്കിയവർക്ക് പട്ടിണിയും പടിയടച്ച പിണ്ടം വെക്കലുമാണ് പ്രതിഫലമെന്നും തില്ലങ്കേരി ഫേസ്ബുക്കിൽ കുറിച്ചു. ഡിവൈഎഫ്ഐ നേതാവിന്റെ FB പോസ്റ്റിന് കമന്റായാണ് ഇങ്ങനെ കുറിച്ചത്. മനു ഭരത്തുണ്ട് വിവരങ്ങളുമായി. മനു, പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന കമന്റാണല്ലോ ആകാശ് തില്ലങ്കേരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്താണ് അതിൽ പറയുന്നത്? ആകാശ് തില്ലങ്കേരി പല ഘട്ടങ്ങളിലായി പാർട്ടി ഇത്തരത്തിൽ കുഴപ്പത്തിലാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആകാശ് തില്ലങ്കേരിക്കെതിരെ കണ്ണൂരിലെ ഡിവൈഎഫ്ഐ നേതാക്കൾ പല ഘട്ടങ്ങളിലും പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് അവിടെ ഡിവൈഎഫ്ഐയുടെ മട്ടന്നൂരിലെ സരീഷ് പൂമരം എന്ന നേതാവിന്റെ പോസ്റ്റിലെ കമന്റായാണ് ആകാശ് തില്ലങ്കേരി തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഈ കൊട്ടേഷൻ ആഹ്വാനം ചെയ്തവർ പാർട്ടിയിലുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്. കൊട്ടേഷൻ ആഹ്വാനം ചെയ്തവർക്ക് പാർട്ടി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നൽകി, എന്നാൽ അത് നടപ്പിലാക്കിയവരെ പടിയടച്ച് പിണ്ടം വെക്കലായിരുന്നു ചെയ്തിരുന്നത്. ആഹ്വാനം നൽകിയവർ കേസുണ്ടായപ്പോൾ തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് ആകാശ് തില്ലങ്കേരി പറയുന്നു. പാർട്ടി സംരക്ഷിക്കാതിരുന്നപ്പോൾ കൊട്ടേഷൻ അടക്കമുള്ള വഴികളിലേക്ക് തിരിയേണ്ടി വന്നു. തെറ്റിലേക്ക് പോകാനുള്ള കാരണം ഒരിക്കലും പാർട്ടി അന്വേഷിച്ചില്ല എന്നാണ് ആകാശ് തില്ലങ്കേരിയുടെ വിമർശനം. ആത്മഹത്യ മാത്രം മുന്നിൽ അവശേഷിച്ചപ്പോൾ പല വഴിക്ക് സഞ്ചരിക്കേണ്ടി വന്നു എന്ന തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആകാശ് തില്ലങ്കേരി വ്യക്തമാക്കുന്നു. ഈ സരീഷ് പൂമരത്തെയൊക്കെ പലതിനും ഞങ്ങളെ കൊണ്ട് ചാടിച്ചവൻ തന്നെയാണ് സരീഷ് എന്ന് പറയുന്നുണ്ട്. പലരും വാ അടച്ചതുകൊണ്ട് മാത്രം പുറത്തിറങ്ങി നടക്കുന്നു. കുടിയിൽ ചാടിച്ചവരെ സംരക്ഷിക്കുന്ന ശീലം ഇല്ല. ഒന്ന് ശ്രദ്ധിക്കാം, പല ആഹ്വാനങ്ങളും തരും, കേസ് വന്നാൽ തിരിഞ്ഞു നോക്കില്ല എന്നാണ് ആകാശ് തില്ലങ്കേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പട്ടിണിയിൽ കഴിയുമ്പോൾ വഴിതെറ്റാതിരിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന ആകാശ് തില്ലങ്കേരി പറയുന്നു. ആത്മഹത്യ മാത്രം മുന്നിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പല വഴിക്ക് സഞ്ചരിച്ചത്. താൻ ഒന്നും നിഷേധിച്ചിട്ടില്ല, നിരാകരിക്കുകയും ഇല്ല. പക്ഷെ പാർട്ടിയുടെ സ്ഥാനമാനങ്ങളോ പദവിയോ ഇല്ലാത്ത ഒരാളായാണ് ആ വഴിയിൽ നടന്നത് എന്ന് ആകാശ് തില്ലങ്കേരി പറയുന്നു. സംരക്ഷിക്കാതിരിക്കുമ്പോൾ പല വഴിക്ക് സഞ്ചരിക്കേണ്ടി വരും. കൊട്ടേഷൻ എന്ന് മുദ്രകുത്തിയവരുടെയൊക്കെ ജീവിതങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ ഇതൊക്കെ മനസ്സിലാകും എന്നാണ് ആകാശ് തില്ലങ്കേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അപ്പോഴെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റായാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരിത്, അതോ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കമന്റിൽ തന്നെയാണോ ഇത്രയും ഡീറ്റെയിൽസ്? അതെ, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആകാശ് തില്ലങ്കേരി ഒരു കമന്റ് നടത്തിയിരിക്കുകയാണ്. അതിന് താഴെയായി ഇത്തരത്തിൽ വളരെ വലിയൊരു കമന്റാണ് ഈ ആകാശ് തില്ലങ്കേരി നടത്തിയത്. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ഇപ്പോൾ ആ ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇതില്ല. ഇത് നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ടാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ CPM-നെ ആകെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെ ആയിട്ട് വേണ്ടി നമ്മൾ ഇതിനെ കാണാൻ. ആരുടെയെങ്കിലും ഒക്കെ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ കണ്ണൂർ നേതൃത്വം അത് ആകാശിനെ ഒരു തരത്തിൽ സംരക്ഷിക്കുന്ന നിലപാട് പല ഘട്ടത്തിലും എടുത്തിട്ടുണ്ട്. ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ ബന്ധം പുലർത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു തുടങ്ങിയോ? ഇതുമായി അല്പം സമയത്തിനകം പ്രതികരണങ്ങൾ വരുമെന്നാണ് കരുതേണ്ടത്. ഏതായാലും ഈ ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരി നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ ഇത്തരം വിവാദ പ്രസ്താവനകളുമായി തന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരാളാണ്. മാത്രവുമല്ല, ഈ ആകാശ് തില്ലങ്കേരിക്കെതിരെ കണ്ണൂർ ജില്ലയിലെ ഡിവൈഎഫ്ഐ നേതൃത്വം പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. പാർട്ടിയെ പ്രതിചാരി ഇത്തരം സംഘങ്ങൾ മുതലെടുപ്പ് നടത്തുന്നു എന്ന ആരോപണം ഷാജിറിനെ പോലുള്ളവർ ആ ഘട്ടത്തിൽ കണ്ണൂരിൽ നിന്ന് ഉന്നയിക്കുകയും ചെയ്തു. മനു തോമസിനെ പോലുള്ള ഡിവൈഎഫ്ഐ നേതാക്കളും ഈ പ്രതികരണം നടത്തുകയും ചെയ്തു. പിന്നീട് ഇവർ തമ്മിൽ ഫേസ്ബുക്കിൽ തർക്കമുണ്ടാകുന്ന ഒരു സാഹചര്യവും പിന്നീട് ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ പരാതി നൽകാൻ ഡിവൈഎഫ്ഐ മുതിരുകയും ചെയ്തിരുന്നു. ഒന്ന് തുടരുക മനു. ഇപ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ്
നേതാവും MP-യുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ ആകാശ് തില്ലങ്കേരി ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പേജിൽ കമന്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ CPM നേതൃത്വത്തിനെ വെട്ടിലാക്കുന്ന ആരോപണം തന്നെയാണ് ഷുഹൈബ് വധക്കേസ് പ്രതി കൂടിയായ ആകാശ് തില്ലങ്കേരി പറയുന്നത്. ഇതിലുൾപ്പെടെ പാർട്ടിക്ക് വേണ്ടി മോശം പ്രവർത്തികൾ ചെയ്യേണ്ടി വന്നു, കൊലപാതകം ഉൾപ്പെടെ ചെയ്യേണ്ടി വന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഈ ഉത്തര മലബാറിൽ നടന്ന സകല കൊലപാതകങ്ങൾക്കും പിന്നിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതമായ നേതൃത്വമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അവരാണ് ഈ കൊട്ടേഷൻ ഓരോ സംഘങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അരിയിൽ ഷുക്കൂറിന്റെ കൊലപാതകമായാലും ഷുഹൈബിന്റെ കൊലപാതകമായാലും കല്യോട്ട് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകമായാലും അതുപോലെ തന്നെ എൻമകരയിലെ മുസ്തഫയുടെ കൊലപാതകം, ഈ കൊലപാതകമെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാരുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് നടത്തിയിരിക്കുന്നത്. അതിൽ പല കൊലക്കേസുകളിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുമുണ്ട്. അപ്പോ മലബാർ കേന്ദ്രമാക്കി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുകയും അതുപോലെ തന്നെ ചരസും ബ്രൗൺ ഷുഗറും MDMA ഒക്കെ കടത്ത് നടത്തുകയും ചെയ്യുന്നതിന്റെ എല്ലാം പിന്നിൽ ഈ ഉന്നതമായ നേതൃത്വത്തിന്റെ അറിവും സമ്മതവും ഉണ്ട്. അവരാണ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇപ്പോ ഈ വെളിപ്പെടുത്തലിന്റെ പിന്നാലെ ഇനി ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുറത്തു വരാൻ പോവുകയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ആഭ്യന്തര കലാപം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നേതാക്കന്മാരൊക്കെ അണികളെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചിട്ട് അവരൊക്കെ സമ്പന്നന്മാരായി. ഉത്തര മലബാറിലെ എല്ലാ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെയും കുടുംബത്തെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഒരു അപഗ്രഥനം നടത്തിയാൽ അവരെവിടെയാണ് ജനിച്ചത്, അവരുടെ കുടുംബ സ്വത്തത്ര, അവരുടെ ഭാര്യയുടെ സ്വത്തത്ര, അവരുടെ വരുമാന സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ ഇപ്പൊ എല്ലാവരും കോടീശ്വരന്മാരായി മാറിയിരിക്കുന്നു. അവിശുദ്ധമായ മാർഗങ്ങളിലൂടെ അവിഹിതമായ ബന്ധങ്ങളിലൂടെ ഉണ്ടാക്കിയ പണം ഉപയോഗിച്ച് നേതാക്കന്മാർ സമ്പന്നരായി മാറിയപ്പോ പല കൊലക്കേസിലെ കൊട്ടേഷൻ ഏറ്റെടുത്ത ആളുകൾ ജയിലിലും അതേസമയം ആ കൊട്ടേഷൻ നടപ്പിലാക്കാൻ ശ്രമിച്ച ആളുകൾ അവരും ഇടത്തരം സമ്പന്നന്മാരായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ശ്രീ രാജ്മോഹൻ പല വെളിപ്പെടുത്തലും പുറത്തു വരും. ഇപ്പോൾ പക്ഷെ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇയാൾ ഈ ഷുഹൈബ് വധക്കേസിൽ പ്രതിയാണ്, ഒരു ക്രിമിനലാണ്. ആ ക്രിമിനൽ പറയുന്നതിന് എന്ത് മൂല്യം മറ്റുള്ളവർ കൽപ്പിക്കും എന്നൊരു ചോദ്യമില്ലേ? അല്ല, ക്രിമിനലുകളെ കൊണ്ടാണല്ലോ ഇവരൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ക്രിമിനൽ പറയുന്നതിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാള് സരിത പറയുന്നത് വേദവാക്യമായിട്ട് എടുത്താണല്ലോ ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണത്തിൽ ഉത്തരവിട്ടത്. അപ്പോ സരിതയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ആരാണെന്നും എന്താണെന്നും കേരളത്തിലെ പൊതുജന സമൂഹത്തിന് അറിയാം. അവരുടെ വാക്കുകൾ വേദവാക്യമായി സ്വീകരിച്ചൊരു മുഖ്യമന്ത്രി കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ CBIക്ക് കേസ് വിട്ടു. അതിന്റെ ഒരു സാങ്ക്ടിറ്റി എന്താണ്? അതിന്റെ ഒരു ക്രെഡിബിലിറ്റി എന്താണ്? അപ്പോ ഈ കൊട്ടേഷനുകൾ നടപ്പിലാക്കുന്ന ഇന്ന് ജയിലിൽ കിടക്കുന്ന കിർമാണി മനോജ് ആയാലും കൊടിസുനി ആയാലും അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരി ആയാലും ഇവരെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാടക ഗുണ്ടകളും ക്രിമിനലുകളും സ്ഥിരം കൊട്ടേഷൻ നടപ്പിലാക്കുന്ന സംഘങ്ങളുമാണ്. അവർ പറയുന്നതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. കാരണം എന്നെങ്കിലും ഒരിക്കൽ സത്യം പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നേതൃത്വം മറുപടി പറയണമെന്നാണോ ആവശ്യം? നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരുമോ? തീർച്ചയായിട്ടും. ഇത് അരമന രഹസ്യം അങ്ങാടിപ്പാട്ടെന്ന് പറയുന്ന പോലെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെന്നുള്ളവര് പകൽ പോലെ വ്യക്തമാണ്. പിന്നെ ഇതെല്ലാം പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സാക്ഷികളെ ഭീഷണിപ്പെടുത്തി കോടതികളിൽ നിന്ന് കേസുകളിൽ നിന്ന് ഊരിപ്പോയാലും ദൈവത്തിന്റെ കോടതിയിൽ ഇവരൊക്കെ കണക്ക് പറയേണ്ടി വരും. യാതൊരു തർക്കവുമില്ല. ശരി, നേതൃത്വം മറുപടി പറയേണ്ടി വരും എന്ന കാര്യമാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നു കൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറയുന്നത്. വളരെ നന്ദി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ലേഡീസ് ബാൻഡിൽ ഇനി അതിഥികൾ. കല്യാണവേഷത്തിൽ പരീക്ഷാ ഹാളിൽ നിന്ന് നേരെ കതിർ മണ്ഡപത്തിലേക്ക്. അടുത്തിടെ വൈറലായ വാർത്ത. ആ വൈറൽ വധു ഇതാ ഇവിടെ നമുക്കൊപ്പമുണ്ട്. ശ്രീലക്ഷ്മി അനിൽ, ഒപ്പം ഭർത്താവ് അഖിൽ B കൃഷ്ണയും
നമുക്കൊപ്പം അതിഥികളായി ചേരുകയാണ്. ഇരുവർക്കും സ്വാഗതം. ആദ്യം ശ്രീലക്ഷ്മിയിലേക്കാണ്. ശ്രീലക്ഷ്മി, പരീക്ഷയ്ക്ക് മുൻപ് കാറിലിരുന്ന് പഠിക്കുന്നു, പരീക്ഷാ ഹാളിലെത്തുന്നു, പരീക്ഷ എഴുതുന്നു, പിന്നെ കതിർ മണ്ഡപത്തിലേക്ക് പോകുന്നു, കല്യാണം കഴിക്കുന്നു. ആകെ ഒരു ഹറിബറി ആയിട്ടുള്ളൊരു ദിവസം. അതൊരു വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അല്ലേ? ശരിക്കും തീർച്ചയായിട്ടും ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള, ഒട്ടും നമ്മളെ കൊണ്ട് പറ്റുമോയെന്ന്, ഞാനും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു കൂടെ, ഞങ്ങളെ കൊണ്ട് അതെല്ലാം എല്ലാം എത്തിക്കാൻ പറ്റുമോ, പിന്നെ ഒരു അമ്മയുടെ കോൺഫിഡൻസ് ആയിരുന്നു നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെത്തും. അങ്ങനെ ലാസ്റ്റ് ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഹാപ്പി ആയിട്ട് നടന്നു, എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ആദ്യം ഫിക്സ് ചെയ്തത് പരീക്ഷയാണോ കല്യാണമാണോ? ആദ്യം ഫിക്സ് ചെയ്ത കല്യാണമാണ്. കല്യാണം സെപ്റ്റംബറിൽ ഫിക്സ് ചെയ്തായിരുന്നു. അപ്പോൾ എക്സാം അറിയായിരുന്നു എക്സാം ഉണ്ട്, പക്ഷെ അതൊരു ഡിസംബർ കഴിയും എന്നൊരു പ്രതീക്ഷയായിരുന്നു. പിന്നെ ഡേറ്റ് ലാഗ് വന്നു, ജനുവരി ആയി. എന്നാലും കല്യാണ ദിവസം എക്സാം വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. 25th തിയറി എക്സാം കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് അതൊരു വെനസ്ഡേ ആയിരുന്നു. നെക്സ്റ്റ് വെനസ്ഡേ എൻ്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ, നമുക്ക് റിലാക്സ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 1 വീക്കെങ്കിലും കിട്ടിയല്ലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഫ്രൈഡേ തന്നെ അടുത്ത വീണ്ടും പ്രാക്ടിക്കൽ ഡേറ്റ്സ് എന്നെ മൊത്തത്തിൽ തകർത്തുകൊണ്ട് വരികയായിരുന്നു. എക്സാം ബോർഡാണ് അപ്പം പണി പറ്റിച്ചത്. അതെ, സത്യം. എന്തായാലും നമ്മൾ കണ്ടത് ഒരു ദിവസത്തെ ബുദ്ധിമുട്ടാണ്, ഈ വിവാഹ ദിവസം. പക്ഷേ ഈ റിസപ്ഷൻ നടക്കുന്ന തലേ ദിവസവും അതിൻ്റെ തലേ ദിവസവും ഒക്കെ ഇതേ ടെൻഷൻ അനുഭവിച്ചു. അതെ, എക്സാം ആയിരുന്നു. മൺഡേയും എക്സാം ആയിരുന്നു, ട്യൂസ്ഡേ എക്സാം ആയിരുന്നു, ഈവൻ റിസപ്ഷൻ ആയിരുന്നു തലേ ദിവസം. അതിലും ഞാൻ എങ്ങനെയൊക്കെയോ ചാടി ഓടിയൊക്കെയാണ് എക്സാം കഴിഞ്ഞ് വരിക. അപ്പോഴത്തേക്കും വീട് മൊത്തം ഗസ്റ്റാ, അവരുടെ എല്ലായിടത്തും ഹാപ്പിയായിട്ട് ഇരിക്കണം. നാളെ എന്തോ സംഭവിക്കുമെന്ന് നമുക്കൊട്ടും ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് നിൽക്കുന്നു. അങ്ങനെ മൊത്തം ഒരു കോളമായിരുന്നു. ഇപ്പോൾ കല്യാണം തീരുമാനിച്ചിട്ട് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ചിന്ത തന്നെ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നതായിരുന്നോ, അതോ ആദ്യം ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ വേണ്ട ഇതൊരു ചലഞ്ചായി ഏറ്റെടുത്ത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചത്? അല്ല, ആദ്യം തിയറി എക്സാമിന്റെ ഡേറ്റ് ആയിരുന്നു കൺഫ്യൂഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഒരു ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു, ഒന്ന് മാറ്റിയാലോ, കല്യാണ ഡേറ്റ് എങ്ങനെ മാറ്റിയാലോ. അപ്പോഴത്തേക്കും പിന്നീട് നോക്കിയപ്പോൾ 25th തന്നെ തീരുന്നതായിട്ട് കാണിച്ചു. അപ്പം യൂഷ്വലായിട്ട് ഞങ്ങൾക്ക് പ്രാക്ടിക്കൽ ഡേറ്റ്സ് വരുന്നത് തന്നെ ഒരു 1 വീക്ക്, എക്സാം കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഓക്കെ, റിലാക്സ്ഡ്, നമുക്ക് ഒന്നും ഇല്ല എന്നും പറഞ്ഞാണ് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്നത്. ഒന്ന് മാറ്റിയാലോ എന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞില്ലേ? ആരുമായിട്ട് ആലോചിച്ചത്? അഖിലുമായിട്ടാണ്? പാരന്റ്സ് ഉണ്ടായിരുന്നു, 2 സൈഡ് പാരന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട്. അഖിലിന്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യം ഫ്രൈഡേ ആണല്ലേ, ഫ്രൈഡേ ആണത് അറിഞ്ഞത്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഫേസ് ചെയ്യാന്നുള്ളത്. ഈവൻ ഈ എക്സാം കല്യാണത്തിന് മുമ്പ് പോയി എക്സാം എഴുതുക എന്നൊരു സപ്പോർട്ട് കൊടുത്തത് അഖിലാണ്? അല്ല, എനിക്കറിയത്തില്ല. കാരണം പ്രാക്ടിക്കൽ എക്സാം പഠിക്കണം, അത് പറ്റുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കാരണം ഈവൻ നമ്മളിപ്പോൾ എക്സാം ഡേറ്റ് കുറച്ച് ഡേറ്റ് മുന്നേ വന്നിരുന്നെങ്കിൽ മേ ബി നമ്മൾ എക്സാം മാരേജ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ 1 വീക്ക് ബിഫോർ ആണ് തോന്നുന്നത് ഡേറ്റ്. എല്ലാവരെയൊക്കെ വിളിച്ച് അതെ ഒരുക്കി കഴിഞ്ഞു. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കല്യാണം. ഈവൻ എന്തായിരുന്നു ടെൻഷൻ? സമയത്തിന് എത്തുമോ ഇല്ലയോ? പിന്നെ ഈ കല്യാണത്തിന് വന്ന് ജസ്റ്റ് ആ മണ്ഡപത്തിൽ വന്നു എന്നറിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ, റിലാക്സ് ആയി. ശ്രീലക്ഷ്മി, ഈ എക്സാം എഴുതിയിട്ട് മണ്ഡപത്തിലേക്ക് എത്താം എന്നൊരു തീരുമാനം ശ്രീലക്ഷ്മിയാണ് എടുക്കുന്നത്? ഞാൻ ഇത് ആക്ച്വലി എക്സാം ഡേറ്റ് വന്ന് ഞാൻ ഭയങ്കര പൊട്ടിക്കരച്ചില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ അതാണ് നടന്നത്. അപ്പോഴത്തേക്കും എൻ്റെ അമ്മയാണ് വന്നിട്ട് ഇല്ല നമ്മളെ കൊണ്ട് പറ്റും, ഡയറക്റ്റായിട്ട് പ്രിൻസിപ്പളിനെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത്. അപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് നേരത്തെ മീൻസ് ആദ്യം എന്നെ കയറ്റി എക്സാമിന് കയറ്റി നമുക്ക് പെട്ടെന്ന് ഇറക്കാം എന്നൊക്കെ സാറിൻ്റെ കോൺഫിഡൻസും ഉണ്ടായിരുന്നു. പിന്നെ അമ്മയാണ് നീ ഒന്നും, അമ്മ എല്ലാ ടെൻഷനും ഏറ്റെടുത്തിട്ട് എന്നെ നിനക്കൊന്നുമില്ല, നീ ചില്ലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. ഈ തലേ ദിവസം ഒട്ടും പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? എനിക്ക് മേക്കപ്പ് ആക്ച്വലി 2 o'clock ആയിരുന്നു കല്യാണത്തിന്റെ അന്ന്. കാരണം എനിക്ക് നേരത്തെ പുലർച്ചെ 2 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോഴത്തേക്കും എനിക്ക് കാരണം 7 o'clock മേക്കപ്പ് ഫിനിഷ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടിട്ട് അതുകൊണ്ടിട്ട് ഞാൻ വന്ന് 2 മണിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെന്നിരുന്നായിരുന്നു പഠിക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഓക്കെ, ഇതിപ്പോൾ
ഭയങ്കര ടെൻഷനിലൂടെയാണ് കടന്നു പോയതില്ലേ ആ സമയത്ത്. പക്ഷേ ഒപ്പം കുടുംബം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുകയാണെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ വളരെ സപ്പോർട്ടാണ്. കാറിൽ നിന്ന് വന്നിറങ്ങുമ്പോൾ തന്നെ ഈ വിവാഹ വസ്ത്രമൊക്കെ ആയതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടാകും അവർ വന്ന് ഡോർ തുറന്നു തരുന്നു. എല്ലാവിധ സഹായങ്ങളും അവർ ഫ്രണ്ട്സൊക്കെ ചെയ്തു തരുന്നുണ്ട്. മാത്രവുമല്ല അവർ ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, ട്രോളുന്നുണ്ട്, എല്ലാം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതെ അതെ, വലിയ സപ്പോർട്ടായിരുന്നു ഫ്രണ്ട്സിന്റെ ഭാഗത്ത്. ശരിക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്നോട് വന്നിട്ട് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എടാ നമ്മളെ കൊണ്ട് പറ്റുമോ, പക്ഷെ അവരും വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവരും നേരത്തെ എത്തുകയായിരുന്നു. നേരത്തെ ഞാൻ എത്തുന്നതിന് മുന്നേ, ഞാൻ ആക്ച്വലി 8 o'clock അവിടെ എത്തുന്നത്, 9 o'clock എക്സാമിനാണ് ഞാൻ 8 o'clock. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് അതിന് മുന്നേ എത്തി ഫുള്ള് പ്രിപ്പയർഡാക്കി. എനിക്കുള്ള പോകുന്ന വഴിയും ആക്ച്വലി ആ വീഡിയോയിലുണ്ട്, എനിക്കവർ എന്തൊക്കെ പറഞ്ഞു തരുമായിരുന്നു. ഇത് എഴുതിക്കാൻ മതി, ഇന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ എഴുതാം. ഞാൻ ആക്ച്വലി കോളേജ് എൻട്രി ചെയ്യുമ്പോൾ അവരെല്ലാവരും പുറത്തുണ്ടായിരുന്നു. കോട്ടും സ്റ്റെത്തും ബുക്സും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കായിരുന്നു. അവരാണ് ആക്ച്വലി കൊണ്ടുപോയത് തന്നെ ഹോളിലേക്ക്. തീർച്ചയായും ഇത് ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ, ശ്രീലക്ഷ്മിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും ഇതുപോലെ കോപ്പറേറ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ ഈ പരീക്ഷാ ഹാളിലൊക്കെ കാണത്തില്ല, അവസാനം ബെല്ലടിക്കുമ്പോഴും നിന്ന് പേപ്പർ മറിച്ച് നോക്കി പഠിച്ചിട്ട് അകത്തോട്ട് കയറുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഇതൊരു ഇങ്ങനെ കുറെ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾ വരുന്നു, അവരുടെ പുറകെ കുറെ കുട്ടികൾ വരുന്നു, അതെന്തെങ്കിലും തരത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയോ, ആരെങ്കിലും എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ ക്ലാസ് ഫുള്ള് സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കൂടെ നിന്ന്, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം വന്ന എക്സാമാണ്, അവർക്കും പ്രിപ്പയർ ചെയ്യാനാണ് ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ അവരും എല്ലാവരും കോപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു. എടാ നീ ഓക്കെ അല്ലേ, നീ ഫൈൻ അല്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ എല്ലാം കംഫർട്ട് സോണിൽ നിർത്തുകയായിരുന്നു എല്ലാവരും. അഖിൽ സപ്പോർട്ടാണെങ്കിൽ പോലും ഈ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ, തറവാട്ടിലെ അല്ലെങ്കിൽ കുറേ കാരണവന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കേണ്ടി വരും. നമ്മൾ എത്ര പുരോഗമനപരമായി ചിന്തിച്ചാലും നിലപാടെടുത്താലും ഒക്കെ ഈ കാര്യങ്ങളിൽ ബന്ധുക്കളെ ഒപ്പം നിർത്തി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. ഈ നമ്മളുടെ ആചാരങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ എതിരഭിപ്രായങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അതിപ്പോൾ കാര്യങ്ങൾ നമ്മൾ ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമേ അറിയാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് അറിഞ്ഞ് സമയത്തിന് എത്തുമെന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടല്ലേ. മുഹൂർത്തം അല്പം അതൊരു ടെൻഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെ ടെൻഷനാണ്, ഇനി അവരെല്ലാരും കൂടെ അറിഞ്ഞിട്ട് അവരും ടെൻഷൻ അടിച്ച് ഞങ്ങളെ വീണ്ടും ടെൻഷനാക്കി. അതുകൊണ്ട് ആരടുത്തും പറഞ്ഞില്ലായിരുന്നു. ഭയങ്കര ക്ലോസ്, ഞങ്ങളുടെ ആക്ച്വലി ഫാമിലിയിൽ മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇവര് ആക്ച്വലി മണ്ഡപത്തിൽ വന്നപ്പോൾ ഞാൻ അവിടെ കൂളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, അപ്പോഴും അറിഞ്ഞിട്ടില്ലായിരുന്നു. ആക്ച്വലി വീഡിയോസ് വരുമ്പോഴാണ് അന്ന് എക്സാം ഉണ്ടായിരുന്നോ ഈ കുട്ടിക്ക് എന്നൊക്കെ എല്ലാവരും ചോദിച്ചോണ്ട് വരുന്നത്. നമ്മൾ ഇത്തരം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉള്ള വിവാഹവും അതിനിടയിലുള്ള പരീക്ഷയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വാർത്തകൾ കാണാറുണ്ട്. അത് അതേ പ്രാധാന്യത്തോട് അത് നല്ല സന്ദേശമാണല്ലോ, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക, ഒരു വിവാഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടി ഒരെണ്ണം ഉപേക്ഷിക്കാതിരിക്കുക, ഒരു ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണല്ലോ. അപ്പോൾ അതൊരു സന്ദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ നമ്മൾ കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഈ വീഡിയോ പങ്കുവെച്ചതിന് താഴെ പലരും പറയുന്നുണ്ട് ഇതൊരു നല്ല സന്ദേശമാണ്, ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു വർഷമോ ഒരു പരീക്ഷ ഒഴിവാക്കി ഒരു വർഷമോ ഒക്കെ വേണമെങ്കിൽ ഇതിനു വേണ്ടി കളയാം, പക്ഷെ അത് രണ്ടും നടത്താനുള്ള ഒരു തീരുമാനം, അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ കഴിയൂ എന്ന് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഇത് അന്ന് എക്സാമിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നതായിട്ടേ നമുക്ക് അറിയുന്നില്ല. വിചാരിച്ചില്ല. 2 മില്യൺ വ്യൂവേഴ്സ് ആണ്. 2 മില്യൺ വ്യൂവേഴ്സ് ആക്ച്വലി എനിക്ക് അതെ, ഗ്രസ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ ഒരു അക്കൗണ്ടാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് കമ്പനി ഞങ്ങളുടെ ചെറിയ ഡാൻസ് വീഡിയോസും അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്. അപ്പോൾ മാരേജ് ആയപ്പോൾ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, എൻ്റെ വീഡിയോസ് എന്ത് വീഡിയോസ് ആയാലും കല്യാണം സംബന്ധിച്ച് എന്ത് വീഡിയോസ് ആയാലും എനിക്ക് അതിൽ ആ പേജിൽ ഇടണം എന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ വെറുതെ എടുത്തിട്ടൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ അതിന് ഇത്രയും വ്യൂവേഴ്സ് വരും, ഇത്രയും വൈറലാവുമെന്ന് ശരിക്കും വിചാരിച്ചില്ല. പക്ഷെ ഇപ്പൊ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടല്ലോ, എല്ലാരും അത് പോസിറ്റീവ് മൈൻഡായിട്ട് പലരും എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഓക്കെ, ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആയിട്ട്. ഇത് ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു, പക്ഷെ എനിക്ക് ഈ ചോദ്യം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് ചോദിക്കാന്ന് വെച്ച് മാറ്റി വെച്ചത്. എക്സാം എളുപ്പമായിരുന്നു? എക്സാം തിയറി എക്സാം കുഴപ്പമില്ലായിരുന്നു. പ്രാക്ടിക്കലിന് ഇങ്ങനെ ഇതേപോലെ ഡൗട്ടായിരുന്നു, അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, കാരണം പഠിക്കാൻ ഒന്നിനും ടൈമില്ല, മൊത്തം ഇങ്ങനെ ഹറിബറിയായിട്ട് നടക്കുന്നത്.
പക്ഷെ എന്നാലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർക്ക് എത്ര %? എന്തായാലും ഞങ്ങൾക്കിപ്പോ അതിന്റെ തോട്ടം കണ്ടാൽ ഈ തള്ളു മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആക്ച്വലി ഇപ്പോ മെഡിക്കൽ ഫീൽഡാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പാസ്സാവാനാണ് ഏറ്റവും കഷ്ടപ്പെട്ട ഒരു ഇത്. അപ്പോൾ എന്തായാലും പാസ്സാവണം. അതെന്തായാലും തീർച്ചയായിട്ടും പാസ്സാവണം. കുറച്ച് നല്ല സ്കോർ തന്നെ കിട്ടണം. ആക്ച്വലി പലരും എന്റെ വീഡിയോയുടെ താഴെ ചോദിക്കുന്നുണ്ട് ഈ കുട്ടി പാസ്സാവൂ. അതെ, ഞാൻ പാസ്സാവും. ഇതിലിപ്പോ നമുക്ക് കൃത്യമായി ഈ എക്സാമിന്റെ ടൈം, മുഹൂർത്തം, അതിനപ്പോ അവിടേക്കുള്ള ട്രാവലിംഗ് ടൈം എത്ര വേണ്ടി വരും, ആ ദൂരം അതൊന്ന് പറയാം. എക്സാമിന്റെ ടൈം ആക്ച്വലി 9 o'clock നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെ യൂഷ്വലായിട്ട് നമുക്ക് എല്ലാം പ്രാക്ടിക്കൽ ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ആവാൻ കുറച്ച് സ്വാഭാവികമായിട്ടും ലേറ്റ് ആവുന്നതാണ്. എനിക്ക് കല്യാണ മുഹൂർത്തം വന്നിട്ട് 10:30 ആണ്. പിന്നെ എൻ്റെ കോളേജ് നാലാഞ്ചിറ മാറിവാനീസിനകത്ത് ബെത്തനി നവജീവൻ കോളേജാണ്. അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ കല്യാണ മണ്ഡപം എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഫോർട്ട് വൈകുന്നേരം 9 o'clock മുഹൂർത്തം. 10:30 ആണ് മുഹൂർത്തം. അപ്പൊ അതെ, എങ്ങനെയാണ് ഇവിടെ എത്തുക എന്നുള്ള ഈ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് എത്തുക എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ പ്രിൻസിപ്പൽ സാറും എൻ്റെ കോർഡിനേറ്റർ കൂടെ എക്സ്റ്റേണൽ സ്റ്റാഫ് എല്ലാവരും കൂടെയാണ് ഓക്കെ ഫസ്റ്റ് തന്നെ എന്നെ എക്സാമിന് കയറ്റുക, പെട്ടെന്ന് എങ്ങനെ എത്രത്തോളം ആക്ച്വലി എല്ലാ പ്രൊസീജിയേഴ്സും അറ്റൻഡ് ചെയ്യണം. കാരണം എനിക്ക് പ്രാക്ടിക്കൽ ചെയ്യണം, റൈറ്റിംഗ് ഉണ്ട്, കുറച്ച് എഴുതാനുണ്ട്, അതെല്ലാം ചെയ്യണം, എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. കാരണം എക്സാം ആണ്, യൂണിവേഴ്സിറ്റി എക്സാം, അതും ചെയ്യണം. അപ്പൊ എല്ലാം പെട്ടെന്ന് ഹറിബറിയായിട്ട് ചെയ്ത് തീർത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടുകയായിരുന്നു. എത്ര മണിക്ക് എത്തി മുഹൂർത്തത്തിന് എത്ര മുൻപ് ഇവിടെ മണ്ഡപത്തിലെത്തി? ഞാനൊരു 10:15 10:20 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എത്തി. ഞാൻ തന്നെ വിചാരിച്ചു ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇടണമോ, അത് ഈ എക്സാം കഴിഞ്ഞിട്ട് ഇട്ടാ പോരെ, ഇത്രയും പോലും സമയമില്ല എന്നുള്ളത് എനിക്ക്. അതെ, എല്ലാരും ഇതാ ചോദിക്കുന്നത്. പലരും വിചാരിച്ചത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത് വരെ വിചാരിച്ചവരുണ്ട്. അപ്പോഴത്തേക്കും എല്ലാരും പറയുന്നത് ഒരു 20 minutes പോരായിരുന്നു ഈ കൊച്ചിന് ഇതൊക്കെ മാറ്റിയിട്ട് എക്സാമിന് പോയിക്കൂടെ. പിന്നെ രാവിലെയാണ് എക്സാമെങ്കിലും എനിക്കൊരു ഇതുണ്ടായിരുന്നു, രാവിലെ എക്സാം നമുക്കൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോവാം എന്നൊരു മെന്റാലിറ്റി. പക്ഷെ ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ട്രാവൽ ചെയ്ത് എത്തുമെന്ന് എന്നൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ടൈമിൽ അതെ ഒന്നും ചെയ്യാനില്ല. ഈ സാധാരണ എക്സാമിന് പോകുമ്പോൾ നമ്മള് കോട്ടൺ ഡ്രസ്സൊക്കെ ഇട്ട് എന്ന് വെച്ചാൽ ഈ ടൈറ്റായ ഡ്രസ്സൊക്കെ ഇട്ടാൽ നമുക്ക് അസ്വസ്ഥതയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സിങ്ങിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും, വളരെ കൂളായിട്ടിരിക്കാൻ കഴിയുന്ന ഡ്രസ്സൊക്കെ ഇട്ടത്. പക്ഷേ ഇത് ഇങ്ങനെ ഒന്നാമത് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മണ്ഡപത്തിൽ പോലും നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയധികം ഓർണമെന്റ്സും ഒക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ശരിക്കും ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കോട്ട് ആക്ച്വലി കയറുന്നുണ്ടായിരുന്നില്ലായിരുന്നു. സത്യം കോട്ട് കയറുന്നത് അതാണ്. എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത് ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കുന്നത് ഓക്കെ ഇത് വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണോ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെല്ലാം സഹായിക്കുമായിരുന്നു, എങ്ങനെയൊക്കെ കയറ്റി. പിന്നെ എനിക്ക് പ്രാക്ടിക്കൽസ് ആക്ച്വലി ഞങ്ങൾക്ക് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ അതിനും കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും എതിരായിട്ട് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു. ഇതൊന്നും പുറത്ത് കാണിക്കാൻ പാടില്ല, അങ്ങനെ ഒരു 150 ടെൻഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി. അഖിലിനോട് ചോദിച്ചാലേ, അഖിൽ ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണം? ശ്രീലക്ഷ്മിയുടെ അമ്മയുടെ വാക്കുകൾ കടമെടുത്താൽ ചില്ലായിട്ടുള്ളൊരു ഗേളിനെ അല്ലേ കിട്ടിയിരിക്കുന്നത്. ഏത് ചലഞ്ച് ഏറ്റെടുക്കും, നടത്തും? ശരിയാണ്. പക്ഷേ ആ സമയത്തുള്ള ടെൻഷൻ ഇപ്പോൾ കുഴപ്പമില്ല, അത് ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീലക്ഷ്മി ആൾ ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര പോസിറ്റീവാണ്. നിങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണ്? അറേഞ്ച്ഡ് മാരേജ് ആണ്. ഓക്കെ. ഇത് ശ്രീലക്ഷ്മിയുടെ അടുത്ത് മനസ്സിലാക്കിയപ്പോൾ, പരിചയപ്പെട്ടപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഈ ക്വാളിറ്റീസ് ഒക്കെ തന്നെയാണോ അഖിലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? പിന്നെ ശ്രീലക്ഷ്മി പിന്നെ ആൾറെഡി ഒരു സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഉള്ള എല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണും. പിന്നെ അങ്ങനെ വേറെ നല്ല കോൺഫിഡൻസാണ് എല്ലാ കാര്യത്തിനും. അപ്പോൾ പിന്നെ അതൊക്കെ ശരി. എന്തായാലും ശ്രീലക്ഷ്മി പരീക്ഷയുടെ മാർക്ക് വരുമ്പോൾ ഞങ്ങൾ വിളിക്കുന്നതായിരിക്കും വിശേഷങ്ങൾ അറിയാനായിട്ട്. എല്ലാ ആശംസകളും നേരുകയാണ്. ഇതുപോലെ ധീരമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഓരോ ചലഞ്ചസും ഇതുപോലെ മറികടക്കാൻ കഴിയട്ടെ. ചലഞ്ച് ഇല്ലാത്ത ഒരു ജീവിതം ആർക്കും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ അത് ഈ സധൈര്യം നേരിടുക എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു മെസ്സേജ് എല്ലാവർക്കും നൽകാൻ കഴിയും. എല്ലാവർക്കും സന്തോഷകരമാകുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയധികം വ്യൂവേഴ്സും വന്നത്. എല്ലാ ആശംസകളും നേരുന്നു രണ്ടുപേർക്കും. വന്നതിന് വളരെയധികം നന്ദി. ഒരിടവേള കൂടി.
വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ കിരാലൂരിലെ 64-കാരന്റെ ആത്മഹത്യ ജപ്തി ഭീഷണിയെ തുടർന്നെന്ന കുടുംബം. ചിറ്റലപ്പള്ളി വീട്ടിൽ ഫ്രാൻസിസിനെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഇന്ന് രാവിലെ വേലൂർ സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീട് പണിക്കൊക്കെ ആയിട്ട്. പിന്നെ ചേച്ചിയുടെ കല്യാണമൊക്കെ ആയിട്ട് പുതുക്കിയായിരുന്നു. അങ്ങനെ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ജപ്തി നോട്ടീസ് വരെ ആയി. അത് അങ്ങനെ പ്രഷറായി. അവിടുന്ന് അമ്മ പണിക്ക് മാളത്തേക്ക് അവരിടയ്ക്ക് വരാറൊക്കെയുണ്ട്. എന്നിട്ട് ഭീഷണിയുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രി വന്ന ആൾ സാധാരണ വന്ന് കിടന്നു. ഇന്ന് രാവിലെ അമ്മ രാവിലെ ആയിട്ട് പള്ളിക്കൊക്കെ പോയി വന്നപ്പോൾ നോക്കുമ്പോൾ ആൾ തൂങ്ങിയെടുക്കുന്നു. എന്നാൽ ബാങ്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ജപ്തി ഭീഷണിയെ തുടർന്ന് മറ്റൊരു ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നു. കുടുംബത്തിന്റെ ആരോപണം വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? രേണുക, 64-കാരന്റെ ആത്മഹത്യ ജപ്തി ഭീഷണിയെ തുടർന്നാണെന്നാണ് കുടുംബം പറയുന്നത്. തൃശൂർ കീലാരൂർ ചിറ്റലപ്പള്ളി വീട്ടിൽ ഫ്രാൻസിസ് ആണ് മരിച്ചിരിക്കുന്നത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇയാളെ കണ്ടത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. വേലൂർ സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ ഭീഷണിപ്പെടുത്തി എന്നാണ് ആരോപണം ഉയരുന്നത്. അമ്മയുടെ ജോലിസ്ഥലത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് മകൻ ക്ലിൻഡോ ആണ് പറയുന്നത്. സഹോദരിയുടെ വിവാഹ ആവശ്യത്തിനും വീട് പണിക്കുമായിട്ടാണ് ലോൺ എടുത്തത്. 2018 ഈ ലോൺ പുതുക്കി നൽകുകയായിരുന്നു. 3 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത്. പലിശയടക്കം ഇത് 6 ലക്ഷം തുകയായി. കോൺഗ്രസ് ആണ് സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. എന്നാൽ വായ്പാ തിരിച്ചടവിന് ഭീഷണി ഉണ്ടായിട്ടില്ല എന്നാണ് വേലൂർ സഹകരണ ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത്. ബാങ്കുമായി നല്ല ബന്ധമാണ് ഫ്രാൻസിസ് പുലർത്തിയിരുന്നത് എന്നും പറയുന്നുണ്ട്. പക്ഷേ പണം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. കുടിശ്ശിക നിവാരണ പദ്ധതിയുടെ അറിയിപ്പ് നൽകിയിരുന്നു. ബാങ്ക് ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം. ശരി, എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ബാങ്ക് ഇപ്പോൾ ആരോപണങ്ങൾ തള്ളുകയാണ്. അതേസമയം കുടുംബം അവരുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. സുവി വിശ്വനാഥാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കോയമ്പത്തൂർ മംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും എൻഐഎ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്തത് നിർണായക തെളിവുകൾ. എറണാകുളത്ത് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. ആലുവ സ്വദേശി അശോകൻ, വെളിയത്തുനാട് സ്വദേശി റിയാസ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. മംഗളൂരു കേസുമായി ബന്ധപ്പെട്ട് എൻഐഎ ഇതേ കേസിൽ തിരുപ്പൂരിൽ നിന്ന് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും കണ്ടെടുത്തിട്ടുണ്ട്. ഒരു വ്യക്തി, ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു സംഘം എന്ന ആശയത്തിന് ഒരു രാജ്യത്തെ ഉണ്ടാക്കാനോ തകർക്കാനോ കഴിയില്ലെന്ന് മോഹൻ ഭാഗവത്. പലതരം ചിന്തകളും സംയോജിപ്പിച്ചാണ് മികച്ച രാജ്യങ്ങൾ കാര്യങ്ങൾ നടപ്പാക്കുന്നത്. രാജരത്ന പുരസ്കാര സമിതി സംഘടിപ്പിച്ച അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മോഹൻ ഭാഗവത്. സമൂഹം പ്രവർത്തിക്കുന്നത് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സമൂഹത്തിന്റെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രം മഹത്തരമാകും. ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പോ ഒരു പ്രത്യയശാസ്ത്രമോ ഒരു രാജ്യത്തെ ഉണ്ടാക്കുകയോ തകർക്കുകയോ ചെയ്യുന്നില്ല എന്നും അദ്ദേഹം നാഗ്പൂരിൽ പറഞ്ഞു. എം ശിവശങ്കറിന്റെ അറസ്റ്റ് ഓർഡർ പുറത്ത്. സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശേഖരിച്ചെന്ന് അറസ്റ്റ് ഓർഡറിൽ പറയുന്നു. ശിവശങ്കറിന്റെ പങ്കിലേക്കുള്ള സൂചനയാണ് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ. വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കാണിച്ച ശേഷം ശിവശങ്കർ സഹകരിക്കുന്നില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ നിസ്സഹകരണം തുടരുന്നുവെന്നും അറസ്റ്റ് ഓർഡറിൽ പറയുന്നു. സുവി വിശ്വനാഥ് ഉണ്ട് വിവരങ്ങളുമായി. സുവി, വാട്സാപ്പ് ചാറ്റുകൾ ശേഖരിച്ചു. അത് കാണിച്ചതിന് ശേഷം ശിവശങ്കർ നിസ്സഹകരണം തുടരുന്നു എന്നാണ് പറയുന്നത്. പലപ്പോഴും ഇതിനു മുൻപും കസ്റ്റഡിയിലുള്ളപ്പോൾ ഈ രീതിയിലുള്ള നിസ്സഹകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട്. എന്താണിപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ?
രേണുക, ലൈഫ് മിഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രിയാണ് എം ശിവശങ്കറിനെ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള അറസ്റ്റ് ഓർഡറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 10 കാരണങ്ങളാണ് ഇതിൽ വിശദീകരിക്കുന്നത്. ഒപ്പം സ്വപ്ന സുരേഷും എം ശിവശങ്കറും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് ഇ ഡി. അതായത് ഈ വാട്സപ്പ് സന്ദേശങ്ങളിൽ നിന്ന് സുവ്യക്തമാണ് യൂണിടാക്കിന് വേണ്ടി കോഴ വാങ്ങിക്കൊണ്ട് ശിവശങ്കർ ഈ യൂണിടാക്കിന് കരാർ ലഭിക്കാൻ, റെഡ് ക്രസന്റിന്റെ പേരിലുള്ള കരാർ ലഭിക്കാൻ ഇടപെട്ടു എന്നത് സുവ്യക്തമാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം തന്നെ ഈ സന്തോഷ് ഈപ്പൻ, യൂണിടാക് MD സന്തോഷ് ഈപ്പനും സ്വപ്ന സുരേഷും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളിലും ഇത് വ്യക്തമാണ്. ഇവർ തമ്മിലുള്ള സന്തോഷ് ഈപ്പന്റെ മൊഴി, അതായത് എം ശിവശങ്കറിനെ കണ്ടു എന്ന് പറയുന്ന മൊഴി, ഓഫീസിൽ അതായത് ചുമതലക്കാരനാണെന്ന രീതിയിൽ സരിത്ത് പരിചയപ്പെടുത്തി എന്ന് പറയുന്ന മൊഴി, ഒപ്പം ഈ കോഴ എന്ന പേരിൽ, കമ്മീഷൻ എന്ന പേരിൽ കോഴ വാങ്ങിയതും അതിനുശേഷം ഈ ഐഫോൺ സമ്മാനിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ വാട്സ്ആപ്പ് ചാറ്റിൽ ഉണ്ട്. ഒപ്പം ഈ ഐഫോൺ ശിവശങ്കറിന് സമ്മാനമായി നൽകിയ ഐഫോൺ, ആ ഐഫോണിന്റെ IMEI നമ്പറും സന്തോഷ് ഈപ്പന്റെ കൈവശമുണ്ടായിരുന്ന ഫോണിന്റെ IMEI നമ്പറും ഒന്നാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് വേണ്ടി യൂണിടാക്കിന് കോൺട്രാക്ട് ലഭിക്കാൻ വേണ്ടി, കോൺട്രാക്ട് നൽകുന്നതിന് വേണ്ടി എം ശിവശങ്കർ കൈക്കൂലി വാങ്ങി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ശിവശങ്കർ ചോദ്യം ചെയ്യലിനിടെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണം എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ആ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ നടത്തിയാൽ മാത്രമേ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഒപ്പം ഈ സ്വപ്നയുടെയും ശിവശങ്കറിന്റെയും ചാറ്റുകൾ കാണിക്കുമ്പോൾ ശിവശങ്കർ മൗനത്തിലാവുകയായിരുന്നു. കൃത്യമായ ഒരു മറുപടി ഈ ചോദ്യങ്ങൾക്കൊന്നും, ഈ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്നും അന്വേഷണ സംഘം ഈ അറസ്റ്റ് ഓർഡറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ IMEI നമ്പറിന്റെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴും ആ കാര്യത്തിലും കൃത്യമായ ഒരു വ്യക്തമായ വിവരങ്ങൾ നൽകാൻ തയ്യാറാവുന്നില്ല എന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണം, അതിനുവേണ്ടിയാണ് എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും എം ശിവശങ്കറിനെ ഇപ്പോൾ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കാണ് എം ശിവശങ്കറിനെ കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രി അറസ്റ്റ് രേഖപ്പെടുത്തി അതിനുശേഷം രാവിലെ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. 1.5 മണിക്കൂർ നീളുന്നതായിരുന്നു വൈദ്യപരിശോധന. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് കസ്റ്റഡി ആവശ്യപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകുകയും ചെയ്യും. രേണുക, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. എം ശിവശങ്കറിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കാനായി അന്വേഷണ സംഘം പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകും എന്നതാണ് ലഭ്യമാകുന്ന വിവരം. കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയുടെ ഭാഗമായ സൗന്ദര്യവർദ്ധക ചികിത്സാ വിഭാഗമായ മെഡ് ട്രസ്റ്റ് എസ്തറ്റിക്സ് പ്രവർത്തനം ആരംഭിച്ചു. ഹെയർ ട്രാൻസ്പ്ലാന്റ്, കോസ്മെറ്റിക് സർജറി, ഡെർമറ്റോളജി, കോസ്മെറ്റോളജി ചികിത്സകളിൽ ലോകോത്തര ചികിത്സാ സംവിധാനങ്ങളാണ് മെഡ് ട്രസ്റ്റിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആശുപത്രി തിരക്കിൽ നിന്ന് മാറി പ്രത്യേക വിഭാഗമായാണ് മെഡ് ട്രസ്റ്റ് എസ്തറ്റിക്സിന്റെ പ്രവർത്തനം. OP, പ്രൊസീജിയർ റൂം, ശസ്ത്രക്രിയാ വിഭാഗം എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ ട്രസ്റ്റിലെ എല്ലാ സ്റ്റാഫിനെയും മെഡ് ട്രസ്റ്റ് എസ്തറ്റിക്സ് എന്ന ഈ പ്രോജക്ടിന് വേണ്ടി നിരന്തരമായി പ്രയത്നിച്ച എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. തലമുടി കൊഴിയുന്നതിനുള്ള ചികിത്സകൾ, മുടി വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് ഹെയർ പ്ലാന്റ് സെന്റർ. മുഖത്തപ്പാടുകൾ, ചുളിവുകൾ, അകാല വാർദ്ധക്യം എന്നിവ ലേസർ ചികിത്സയിലൂടെ ഇല്ലാതാക്കാൻ ലോകത്തെ ഏറ്റവും നൂതനമായ സംവിധാനങ്ങൾ കേന്ദ്രത്തിലുണ്ട്. ഡോക്ടർ നവീൻ തോമസ്, ഡോക്ടർ ആനന്ദ് ശിവദാസ്, ഡോക്ടർ ജയശ്രീ P, ഡോക്ടർ ഭാസ്കര KG തുടങ്ങി ഈ രംഗത്തെ പരിചയസമ്പന്നരായ ഡോക്ടർമാർ സേവനവും മെഡ് ട്രസ്റ്റിലുണ്ട്. ഫേസ് ലിഫ്റ്റ്, അതായത് നമ്മുടെ മുഖത്തിന്റെ പ്രായം കുറയ്ക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അതായത് നമ്മുടെ മുഖത്തിന്റെ പ്രായം ഒരു 10-15 വർഷം പിന്നിലോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്ന ചലച്ചിത്ര താരങ്ങളായ നമിത പ്രമോദും ബിനു അടിമാലിയും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.